റഷ്യയുടെ യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ആരോപണം ഇന്ത്യ-യു.എസ്. ബന്ധത്തെ തന്നെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. ഇപ്പോഴിതാ ഇന്ത്യയെ റഷ്യയുമായും ചൈനയുമായും താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും പകരം പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്. യുക്രൈനിലെ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യ റഷ്യയുമായി തുടരുന്ന വ്യാപാര ബന്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ നിലപാടിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഫിൻലാൻഡ് പ്രസിഡന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ബ്ലൂംബർഗ് പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് അലക്സാണ്ടർ സ്റ്റബ് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. റഷ്യയും ചൈനയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. എണ്ണ, വാതകം, സാങ്കേതികവിദ്യ എന്നിവയുടെ കൈമാറ്റത്തിലൂടെ ചൈന റഷ്യയുടെ യുദ്ധത്തിന് സഹായം നൽകുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇന്ത്യയെ ഈ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യ യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും വളരെ അടുത്ത സഖ്യകക്ഷിയാണെന്നും സ്റ്റബ് പറഞ്ഞു. ഇന്ത്യയെ റഷ്യയുടെയും ചൈനയുടെയും അതേ കോട്ടയിലിടാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഒരു വളർന്നുവരുന്ന സൂപ്പർ പവർ എന്നാണ് ഫിൻലാൻഡ് പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. ഇന്ത്യ വ്യക്തമായും വളർന്നുവരുന്ന ഒരു സൂപ്പർ പവറാണ്. അതിന് ജനസംഖ്യാ ശാസ്ത്രമുണ്ട്. സമ്പദ് വ്യവസ്ഥ അതിന്റെ വശത്തുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി ഇടപഴകുകയും അവരുമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണെന്ന് ഞാൻ ഇപ്പോഴും വാദിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. നേരത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ വാങ്ങൽ യുക്രൈൻ യുദ്ധത്തിന് സഹായം നൽകുന്നുവെന്ന അമേരിക്കയുടെ ആരോപണം സെലൻസ്കി തള്ളിയിരുന്നു. ഇന്ത്യ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനും യുക്രൈനും ആവശ്യപ്പെടുന്ന ഈ നിലപാട് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രാധാന്യം വെളിവാക്കുന്നുണ്ട്. ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കമായിട്ടും ഇതിനെ കാണാം. റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാടുകൾക്ക് ഇത് കൂടുതൽ ബലം നൽകുമെന്നതിൽ സംശയമില്ല. യുക്രൈന് നേരെ യുദ്ധം നയിക്കാൻ റഷ്യയെ സഹായിക്കുന്ന പ്രധാന സാമ്പത്തിക സ്രോതസ്സുകൾ ഇന്ത്യയും ചൈനയുമാണെന്ന് യുഎന്നിലും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. ചൊവ്വാഴ്ച യുഎൻ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധ സ്പോൺസർമാരായ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ കൂടുതൽ തീരുവ ചുമത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടു. നേരത്തെ ഇതേ കാര്യം നാറ്റോയിലെ സഖ്യകക്ഷികളോടും G7 രാജ്യങ്ങളോടും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണെന്ന് ആരോപിച്ച് ഇന്ത്യക്ക് US 25% പിഴത്തീരുവ ചുമത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നിർത്തില്ലെന്ന് ഹംഗറി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ജനുവരിയിൽ അധികാരത്തിലെത്തിയ ശേഷം ട്രംപ് ആദ്യമായാണ് ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യുന്നത്. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ചൈന രംഗത്തെത്തി. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാരം നടത്തുന്നുണ്ട് എന്ന് ചൈന ചൂണ്ടിക്കാണിച്ചു. റഷ്യയുമായി ചൈനീസ് കമ്പനികൾ നടത്തുന്ന വ്യാപാരത്തിന് തടസ്സം നേരിട്ടാൽ ആവശ്യമായ പ്രതികാര നടപടികൾ കൈക്കൊള്ളുമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാക്കുൻ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്യൻ യൂണിയനിലെ നിരവധി രാജ്യങ്ങൾ റഷ്യയുമായി വ്യാപാരം നടത്തുന്നുണ്ട്. യുഎസും വ്യാപാരം നടത്തുന്നു. ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾ പാലിച്ചാണ് റഷ്യൻ കമ്പനികളുമായുള്ള ചൈനീസ് കമ്പനികളുടെ വ്യാപാരവും സഹകരണവുമെല്ലാം. ചൈനയുടെ നടപടികൾ ഒരിക്കലും മൂന്നാം കക്ഷിയെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും ചൈനീസ് വക്താവ് പറഞ്ഞു. ചൈനയുടെ വ്യാപാരത്തിൽ ഇടപെടുകയോ സ്വാധീനിക്കുകയോ ചെയ്യരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.